മുടി വളരാൻ കുറെ ടിപ്സ് അവർ പറയാനുണ്ട്, പല രീതിയിലുള്ളതും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരെണ്ണം കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്ന് തോന്നി. അപ്പൊ എനിക്ക് മുടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. എന്നപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മുടി ഇങ്ങനെ പൊഴിയുന്നുണ്ട് ഡോക്ടറെ കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഉടനെ പറഞ്ഞു മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ഫുൾ നോക്കാറുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എക്സ്റ്റൻഷൻ ഉണ്ടോ, സൈഡിലുണ്ടോന്ന് നോക്കാം. എക്സ്റ്റൻഷൻ എവിടെ ഉണ്ടെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. അതെ, അപ്പൊ ഞെട്ടിപ്പോവും. ചിലപ്പോ വിചാരിക്കണ്ടാവും ഇത് എന്ത് ഭ്രാന്ത, ചിലപ്പോ ഇതിന്റെ മണ കാക്കൊക്കെ അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടോ അറിയില്ല. മുൻജന്മം കാക്കയല്ലായിരുന്നല്ലോ. ഫിലിം സ്റ്റാർസിന് മുടിയും താടിയൊക്കെ വരുന്നത് പോലെയാ എനിക്ക് കിളുത്തേക്കണേ. ഞാനില്ലേ പണ്ട് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിപ്പോ ആരാണ്ട് പറഞ്ഞത് മോശമാണ് അങ്ങനെ ചെയ്യണം, ശരിയല്ല എന്തൊക്കെയോ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ ഇതിൽ നിന്ന് എല്ലാവർക്കും എല്ലാം വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിനി എനിക്ക് മുട്ട വേണ്ട കേട്ടോ. ഇന്നില്ലേ ഇനി കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല. നീ പിന്നെ ക്ഷീണിതയാണെങ്കിൽ നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. കാര്യം പള്ളിയിൽ കുറച്ച് നേരെ പോയിരുന്നോളൂ, ഇവർക്ക് ചെറിയ പനി ഇതുവാന്ന് നമ്മളൊരു മരുന്ന് കഴിക്കുന്നുണ്ടെന്നല്ല, മരുന്ന് മേടിച്ചു കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ പള്ളിയിൽ പോയി കുറച്ച് നേരം ഒന്ന് ചുറ്റിക്കറങ്ങി വെച്ച് ഞങ്ങൾ പോകുന്നു. അതൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വന്നത്. പിന്നെ എന്തിനാ ഇപ്പൊ മുട്ട എടുത്തത്? മുട്ട എടുക്കുന്നത് എനിക്കും കഴിക്കണ്ട നിനക്കും കഴിക്കണ്ട. എനിക്കിന്ന് വേണ്ട, ഞാൻ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമേ കഴിക്കാറുള്ളൂ, അതിൽ കൂടുതൽ കഴിക്കാറില്ല. മുട്ടയെടുത്ത് എന്തിനാന്ന് പറയാം. മുടി പൊഴിഞ്ഞ സമയമില്ലേ, ആ സമയത്ത് എനിക്ക് വല്ലാത്ത ക്ഷീണവും അസ്വസ്ഥതകളൊക്കെ, ശാരീരിക അസ്വസ്ഥതകളൊക്കെ, അസിഡിറ്റി ഫോം ചെയ്തുണ്ടായിരുന്നല്ലോ. ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കൽ വളരെ കുറവല്ലായിരുന്നു. അപ്പം നീ തന്നെ പറയാറില്ലേ മുടി പൊഴിയണത് ഭക്ഷണം കഴിക്കണില്ല അതുകൊണ്ടായിരിക്കും അമ്മ ഇലക്കറി കഴിക്കാൻ. പക്ഷെ അന്നേരം വയറിന് ഒരു സുഖമില്ല, ഒന്നും കഴിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മീറ്റ് പരമാവധി കുറച്ചാ കഴിക്കുന്നത്, ഫിഷ് കഴിക്കും, മുട്ട കഴിക്കും, പാല് കുടിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള റൊട്ടീനിലാണ് പോണം. പിന്നെ ചോറുണ്ണും മറ്റു ഭക്ഷണങ്ങളൊക്കെ കഴിക്കും കേട്ടോ. അന്ന് പക്ഷെ അത്രയൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അന്ന് അത്രയെന്നല്ല, തീരെ കുറവായിരുന്നു. മുട്ട കഴിക്കൂല, പാല് കുടിക്കൂല, എന്ത് കഴിച്ചാലും ഗ്യാസ് ഫോം ചെയ്യുമായിരുന്നു. അതായിരുന്നു എനിക്കുള്ള വിഷയം. പിന്നെ ചോറും സ്വല്പം കഞ്ഞിയൊക്കെ ആയിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഞാൻ ആ സമയത്തൊന്നും ഡോക്ടറോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല, മുടി പൊഴിയണ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമുക്ക് ഹെൽത്ത് ഒന്ന് ഇതായി കിട്ടണമല്ലോ. അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മുടി ഇങ്ങനെ പൊഴിയുന്നുണ്ട് ഡോക്ടറെ കുറച്ചെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഉടനെ പറഞ്ഞു, അതെന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ടേ, മുടിയിലേക്കൊക്കെ എന്തെങ്കിലും കിട്ടണ്ടെന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കുക, ഇപ്പൊ സംഗതിയൊക്കെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, ഭക്ഷണം ഒന്ന് കഴിച്ചു തുടങ്ങാൻ പറഞ്ഞു. ഒത്തിരി വേണ്ട, നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പിന്നെ ആ ഭക്ഷണം കഴിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ പലതും ഇങ്ങനെ നമ്മൾ ചിലത് കഴിക്കുമ്പോഴാണ് നമുക്ക് ഗ്യാസ് പിന്നെ ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് അറിയില്ല ഏത് കഴിക്കുമ്പോഴാണ് വിഷയം തന്നെ. ഇപ്പൊ പല സംഗതികളും കഴിക്കുമ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കാൻ ഇവള് പറയാറുണ്ട്, ക്യാരറ്റൊക്കെ കഴിക്കണ റോ ഫോമിൽ തിന്നമ്മ, അല്ലാതെ ചുമ്മാ വേവിച്ച് കഴിക്കാതെ റോ ഫോമിലാണെങ്കിൽ ഒരു ദിവസം ഒരു ക്യാരറ്റ് തിന്നാൻ മേലെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അന്നേരം നമുക്ക് വയറിനൊരു സുഖമില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കുമ്പോ പലരുടെ വീഡിയോയും നമ്മൾ കാണുമല്ലോ. അപ്പൊ ഒരു ലേഡിയുടെ വീഡിയോ കൊണ്ട് മുടി പൊഴിയണേന് പല പല മാർഗങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലെ ഒരു മാർഗം ഞാൻ ഓർത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഈ അസിഡിറ്റി തുടങ്ങിയ ഒരു കൊല്ലത്തിന് ശേഷമാട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അന്നേരം ഞാൻ ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ചു തുടങ്ങി, മുട്ട കഴിച്ചു തുടങ്ങി, പാല് കുടിച്ചു തുടങ്ങി, മറ്റു ഭക്ഷണങ്ങള് ചീരയൊക്കെ കഴിച്ചു തുടങ്ങി. അതൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ഒക്കെ സ്വല്പം ഗെയിൻ ചെയ്തു എനിക്ക്. അപ്പൊ ഡോക്ടറെ ഇടയ്ക്ക് ചെക്കപ്പിന് കാണാറുണ്ട്. അപ്പൊ അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചപ്പോൾ മുടിപൊഴിയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. കണ്ടോ ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോ മുടി വളർന്നു തുടങ്ങിയില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ സമയങ്ങളിൽ ഒരു 5-6 മാസം മുമ്പാ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു, മുടി വളരാൻ കുറെ ടിപ്സ് അവർ പറയാനുണ്ട്, പല രീതിയിലുള്ളതും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരെണ്ണം കണ്ടപ്പോ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്ന് തോന്നി. അതായത് ഫുൾ മുട്ട പൊട്ടിച്ചെടുക്കുക നമ്മള്, എന്നിട്ട് അതിലേക്ക് നാരങ്ങ നീര് ഒരു സ്വല്പം 1-2 തുള്ളി നാരങ്ങ നീര് ചേർക്കുക. അതിലേക്ക് മുട്ട വെള്ളം നന്നായിട്ട് പതപ്പിച്ചേച്ച. അപ്പൊ നാരങ്ങ നീര് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അവര് പറയുന്നുണ്ട്. അത് ചേർക്കണത് ഈ താരനുണ്ടെങ്കിൽ പോയി കിട്ടും എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്റെ തലയിൽ അങ്ങനെ താരൻ അധികം ഉണ്ടാകാറില്ല കേട്ടോ. വേനൽക്കാലത്ത് ചിലപ്പോൾ ഇച്ചിരിയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെയൊന്ന് ചെയ്ത് നോക്കാന്ന. അപ്പൊ അവര് ശരിക്കും പറയണത് ആഴ്ചയിലൊരിക്കൽ ചെയ്യാനാ. പക്ഷെ എനിക്ക് സ്വതവേ എന്റെ ചില കാര്യങ്ങൾ ചെയ്യാൻ സ്ഥായിയായ ഒരു മടിയുള്ള വ്യക്തിയാണ് ഞാൻ.
ചില കാര്യങ്ങൾ എല്ലാം ഒന്നുമല്ല, ചില കാര്യങ്ങൾ. അപ്പം ഞാൻ കരുതി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മുട്ട പൊട്ടിച്ചേച്ച് ഇങ്ങനെ തേച്ച് കുറച്ച് നേരം തലയിൽ വെച്ച് അത് ചുമ്മാ വെള്ളത്തിൽ ആദ്യം മുടി കഴുകി, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്മെല്ലുണ്ടാവുമല്ലോ, മുട്ട തേച്ചപ്പോൾ എപ്പോഴും സ്മെല്ലുണ്ടാവുമല്ലോ. എന്നിട്ട് ഞാൻ ഈ പഴയ രീതിയിലുള്ള ഷാമ്പു ഒക്കെ ആട്ടോ ഉപയോഗിക്കുന്നത്. ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ സൺസിൽക്കിന്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ആ ഷാമ്പു ഇട്ട് ബാത്റൂമിൽ പോയി പിന്നെ കുളിച്ചപ്പോൾ വൃത്തിയായിട്ട് തല നീറ്റായിട്ട് വീണ്ടും കഴുകി ഇതിന്റെ സ്മെല്ലൊക്കെ പോയി. അല്ല, മുട്ടയുടെ മണമൊക്കെ അതിൽ നിന്ന് പോയി. ഇതിൽ വെച്ച് പിടിപ്പിക്കുന്ന ഇങ്ങനെ വെച്ചല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ അങ്ങനെ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഈ ശരിക്കും ആഴ്ചയിലൊന്ന് ചെയ്യാൻ അവർ പറഞ്ഞെങ്കിൽ ഞാനൊരു 2-3 ആഴ്ച കൂടിയപ്പോൾ ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു 5-6 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ഒരു 1-2 മാസം മുമ്പ് എന്നോട് എൻ്റെ പരിസരവാസികളും പിന്നെ ഇവളെപ്പോഴും പറയാറുണ്ട് മുടി ഇച്ചിരി നീണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. പരിസരവാസികളൊക്കെ പറഞ്ഞു എന്നോട്, ചേച്ചിയുടെ മുടി പൊഴിയിൽ നിന്നിട്ടുണ്ടോ, ഇപ്പം മുടി കിളുത്തിട്ടുണ്ടല്ലോ ചേച്ചി എന്ന് പറഞ്ഞ. അപ്പം ഞാൻ അവരോടും പറഞ്ഞിങ്ങനെ ഒരു ഇത് കണ്ട് ഞാനത് ചെയ്ത് നോക്കി. പിന്നെ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് കൂടുതൽ പൊഴിഞ്ഞു പോയത്. പിന്നെ ഇതിങ്ങനെ ഞാൻ ചെയ്തു നോക്കി. പക്ഷേ അന്നേരം എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ അയൽവാസി തന്നെ ഒരാൾ പറഞ്ഞു, ചേച്ചിക്ക് ഞാൻ 2 ആഴ്ചയിലൊരിക്കൽ അത് ചെയ്യാൻ മേലെ. അന്നേരം ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്ക് മടിയായി, മണമൊക്കെ പിന്നെ കളയാൻ, പിന്നെ ഷാമ്പു ഇട്ട് കഴിക്കണം, അതൊക്കെ മടിയാന്ന് പറഞ്ഞ. പക്ഷെ ഞാൻ അത് ചെയ്തിട്ട് എന്തായാലും എനിക്ക് കുറച്ച് ഗുണം കിട്ടിയുള്ള കാര്യം പറഞ്ഞു. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മുടി പൊഴിച്ചിൽ കുറഞ്ഞത്. അത് നമ്പർ 1. പിന്നെ ഡോക്ടറോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാറുണ്ട് 6 മാസം 4 മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ഫുൾ നോക്കാറുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് മാസത്തിൽ 1, ഒരു വർഷം 3 മാസം അടുപ്പിച്ച് മാസത്തിൽ 1 കഴിച്ചാൽ മതി, അതിനുള്ള കുറവൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞ. അത് അങ്ങനെ കഴിച്ചു. ഈ മുടിയുടെ ഇത് പറഞ്ഞതിന് ശേഷം അതിപ്പോൾ 2 പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ഒരു മാസം ഒരു ഗുളിക വെച്ച് അടുപ്പിച്ച് 3 മാസം അങ്ങനെ 2 പ്രാവശ്യം ഉപയോഗിച്ചു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം. അപ്പം അത് കഴിച്ചു. പിന്നെ ഫുഡ് നന്നായിട്ട് കഴിച്ചു തുടങ്ങി. ചീര ഇലക്കറികൾ കൂടുതൽ കഴിക്കണം. ക്യാരറ്റ്, അത് ഇവളും പറയാറുള്ളതാണ്. പക്ഷെ അന്നേരം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഞാനോർത്ത് ഇങ്ങനെ കഴിക്കാതിരുന്ന പ്രശ്നമല്ലേ സംഗതികൾ, വണ്ടി ഓടണ്ടേ എന്നോർത്ത് അങ്ങനെ എല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സംഭവം കണ്ടത്. ഈ സംഭവം കണ്ടത് കുറെ നാൾ മുമ്പാണെങ്കിലും ചെയ്യാൻ മെനക്കേടായതുകൊണ്ട് മടിയായിട്ടിരുന്നു. പക്ഷെ ഈ സംഭവം ചെയ്തു. പക്ഷേ ഒരു ദിവസം ഇത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് എനിക്ക് മുടി കിളുത്തൊന്നും വന്നില്ല. അത് ഞാൻ പറയാം. ഈ സംഗതികളൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അയൽവക്കത്തുള്ള ഇവരൊക്കെ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി ഇപ്പൊ മുടി പൊഴിയിൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇതിലെ നടക്കാറുണ്ട് ഞങ്ങളുടെ വഴിയിൽ. അപ്പൊ അവര് പറയും, ചേച്ചി മുടി പൊഴിയിൽ കുറഞ്ഞിട്ടുണ്ടോ, ഇപ്പൊ ഇച്ചിരി നീണ്ടിട്ടുണ്ടല്ലോ, ചേച്ചി ഇച്ചിരി ഉള്ളു വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പരിസരത്തുള്ളവര് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭക്ഷണമൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്ന് ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് മുടി പൊഴിഞ്ഞായിരുന്നു. ഇപ്പൊ കുളിക്കുമ്പോഴും ചീകുമ്പോഴും ഒന്നും അങ്ങനെ പൊഴിയണില്ല എന്ന് വിചാരിച്ച് നാളെ സംഭവിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല കേട്ടോ. ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാമല്ലോ. അപ്പം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിക്ക് പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഇപ്പോഴും കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു മൂടാ, ചിലപ്പോൾ ഞാൻ കഴിക്കുകയില്ല കേട്ടോ. അപ്പം ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മൊത്തത്തിലെല്ലാം കൂടെ കൊണ്ടായിരിക്കും കുറച്ച് കിളിർത്തു എന്ന് മാത്രമല്ല പൊഴിച്ചിലും നിന്നു. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ കാണിക്കുക എങ്ങനെ ഞാൻ ചെയ്തതെന്നുള്ളത്. ഞാൻ ഒരു കപടതയായിട്ടും പറയണതല്ല, ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാ. ഇതൊരു പ്രൊമോഷൻ വീഡിയോയും അല്ല, ആരും ഇത് ഫോളോ ചെയ്യാനും വേണ്ടി പറഞ്ഞല്ല കേട്ടോ. കാരണം ഓരോരുത്തരുടെ മുടി ടൈപ്പ് ഡിഫറെന്റ് ആണ്, മുടി കൊഴിച്ചിലിന്റെ റീസണും ഡിഫറെന്റ് ആയിരിക്കും. പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലർക്കും മുടി കൊഴിയുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എന്റെ റീസൺ എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ എന്റെ റീസൺ ആയിരിക്കില്ല അമ്മയ്ക്കുള്ളത്, അമ്മയ്ക്ക് അങ്ങനെ ഉള്ളെങ്കിൽ ആ റീസൺ ആയിരിക്കില്ല ചിലപ്പോ എനിക്കുള്ളത്. എനിക്കിപ്പൊ മുടി കൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. അതുപോലെ മറ്റു പലരുടെയും റീസണും പലരായിരിക്കും മുടി കൊഴിയുന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു മെഡിക്കൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ അമ്മ ജസ്റ്റ് ചെയ്തപ്പോ ഞാനങ്ങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഫോളോ ചെയ്യാൻ ഒരിക്കലും പറയണതല്ല, ഒരിക്കലും. പിന്നെ ഞാനിത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാളെ ആരാണ്ടൊക്കെ നമ്മളോട് പറഞ്ഞില്ലേ മുടി വളർന്നല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ഭക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ ക്രമീകരിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാറായതിനു ശേഷം അതൊക്കെ കഴിച്ചു തുടങ്ങിയത്. അത് കഴിച്ചു.
പിന്നെ ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരു സംഭവം വൈറ്റമിൻ ഡിയുടെ സംഭവം പറഞ്ഞു തന്നു. അത് എന്നോട് പറഞ്ഞ് അങ്ങനെ അധികം കഴിക്കണ്ട, ഇങ്ങനെ കഴിച്ചേച്ചാൽ മതി. അത് ഡോക്ടറെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ അത് കുറിക്കും, അതനുസരിച്ച് മാത്രമേ കഴിക്കാവുള്ളൂ, ചുമ്മാ മേടിച്ച് കഴിക്കരുതെന്ന് പറഞ്ഞു. അത് കൂടാതെ ഈ സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നീ പറഞ്ഞതുപോലെ നമ്മള് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അങ്ങനെയുള്ള സംഗതികളൊക്കെ കഴിക്കാവുള്ളൂ. അതുപോലെ ഇതെന്താന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ അതിനകത്ത് ഈ ഒരു റൊട്ടീൻ അമ്മ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് പിടിച്ചു ഉള്ളൂ കേട്ടോ ഇത്. അപ്പൊ നിങ്ങളോട് ഇത് ചെയ്യാൻ വേണ്ടി പറയണതല്ല. പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന് നോക്കിയാൽ എൻ്റെ ആദ്യകാലത്തുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഒക്കെ സംബന്ധിച്ചും അങ്ങനെയുള്ള ടൈമിലും കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് മുടി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിക്ക് കുറച്ച് തിക്നെസ് കുറവാണ്, ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ബ്രദറിന്, എൻ്റെ അമ്മായിമാർക്ക്, കൊച്ചപ്പന്മാരുടെ മക്കൾക്ക്, കൊച്ചപ്പന്മാർക്ക്, കുഞ്ചാച്ചനെ നോബി, എൻ്റെ സ്വന്തം ബ്രദർ, എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ട് മുടിയുള്ളവർ. അവരൊക്കെ 21 ദിവസം കൂടുമ്പോ മുടി ആണുങ്ങൾ അവിടെ വെട്ടും. എപ്പോഴും പറയൂലേ, കുഞ്ചാച്ചന് പ്രായമായി അപ്പൊ വീട്ടിൽ ആള് വന്നാ വെട്ടണതാ. അപ്പൊ എന്റെ ആങ്ങളെയൊക്കെ പോയി വെട്ടിക്കും. അപ്പൊ അവര് പറഞ്ഞ അല്ലെങ്കിൽ പിന്നെ നീരിറക്കം പ്രശ്നങ്ങൾ തുടങ്ങുമെന്ന്. ഞാനിതൊരു അഹങ്കരിച്ചോ ഇതായിട്ടോ പറഞ്ഞതല്ല. അപ്പൊ എന്റെ മുടിക്ക് തിക്നെസ് കുറവാ, പക്ഷെ എനിക്ക് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പൊ എന്ന് വിചാരിച്ച് ഞാൻ ആരെയും ഒന്നും കടത്തി പറഞ്ഞതല്ല. ഞങ്ങളുടെ അവിടെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ട്. എൻ്റെ അപ്പച്ചന്റെ അമ്മയ്ക്ക് നല്ല നെറ്റിയില്ലല്ലോ, അമ്മയ്ക്ക് നെറ്റിയില്ല. ഗ്രാൻമദറിന്റെ വീഡിയോ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എന്നെ വളർത്തിയ ഇത് പറയുമ്പോ. അപ്പൊ എനിക്ക് പിന്നെ കുറച്ച് നെറ്റിയൊക്കെ ഉണ്ട്. അമ്മയ്ക്കും അമ്മായിക്കും എൻ്റെ ആങ്ങളയ്ക്കൊന്നും നെറ്റിയില്ല, ഇങ്ങനെ ഇറങ്ങിക്കിടക്കുക മുടി അവരുടെ. അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യണേന്നുള്ള ഞാൻ പറയും. പിന്നെ കുറച്ചിത് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടും മുടി. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഖമില്ലാതിരുന്ന മുടി ഇങ്ങനെ പൊഴിഞ്ഞ് തീരെ ഇല്ലാതെ വന്നപ്പോൾ എനിക്കൊരു വിഷമായിരുന്നു. മുഴുവൻ ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണെന്ന് ഓർത്ത്. പക്ഷെ അത് എന്തോ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓരോ സംഗതികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് മുടി പൊഴിച്ചിൽ നിന്നു. തന്നെയല്ല കുറച്ച് കുറച്ച് കിളിർത്തു വരികയും ചെയ്തു. എൻ്റെ ഉള്ള കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നീ പറഞ്ഞതുപോലെ ആരും ഇതനുസരിച്ച് ഇത് ചെയ്യാനല്ല കേട്ടോ. പൊഴിയണ ഇത് പറയുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയും, അങ്ങനെയാണെങ്കിൽ വല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ മേല. ഞാൻ പറഞ്ഞു എനിക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യാനൊന്നും എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറയും. അപ്പം ഇത് ചെയ്തതുകൊണ്ട് മാത്രം കിളിർത്തു എന്ന് ഞാൻ പറയണില്ല, കിളിർത്ത് പനങ്കൊല പോലെ ആയി എന്ന് ഞാൻ പറയണില്ല. പക്ഷെ എനിക്ക് മനസ്സിന് ഒരു തൃപ്തി ആവണ രീതിയിൽ എനിക്ക് കിളിർത്ത് കിട്ടി. അത്രയും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നോട്. അത് ഞാൻ മുടിയിൽ ഇത് തേക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു എക്സ്റ്റൻഷനോ മറ്റതോ ഒന്നുമില്ല. ഇത് കിച്ചണിൽ നിന്ന് മുടി അഴിച്ചിടാൻ പാടില്ല. ഞാൻ പുറത്തു നിന്ന് ഇത് ചെയ്യുമ്പോൾ നിങ്ങളെ മുടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും അവിടെ കാണിക്കാം കേട്ടോ. ദേ മുട്ട പൊട്ടിക്കാം നമുക്ക്. മേത്തേക്കൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. അതിന് മാറാനുള്ളതല്ലേ, കുഴപ്പമില്ല. ഇതിപ്പോ മുട്ട ഇത് തൊണ്ടതിൽ വീണാലും കഴിക്കാനുള്ളതല്ലല്ലോ. തൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ കേട്ടോ. ഇച്ചിരി ചെയ്തൊക്കെ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാണ്. നല്ല മെനക്കേട്. പിന്നെ നല്ല റിസൾട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാവുന്ന കാര്യം നടക്കില്ല. സംഗതി അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എന്ന് വിചാരിച്ചത് ഇത് ചെയ്യാൻ വേണ്ടി ആരും ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലാന്ന്. ഒരു സ്വല്പം ഇത് നമ്മളിങ്ങനെ ലെമൺ ജ്യൂസിന്റെ കോൺസെൻട്രേറ്റ് ആണ്, സ്വല്പം ഒഴിച്ചാൽ മതി. മറ്റേ നാരങ്ങയാണ് നല്ലത് നമ്മൾ പറയാറുണ്ട്. മതി, അത്ര മതിയോ? മതി. എനിക്ക് താരനില്ലടി അങ്ങനെ. വരാതിരിക്കാൻ നല്ലതാ. താരനില്ലെങ്കിൽ അല്ലോ ഇറങ്ങിപ്പോരെ ഒരുപാട്. വെച്ചേച്ച് വരാം കേട്ടോ. മഴ പെയ്യുന്നോണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. ഞാൻ മുട്ടയിൽ വെച്ചോണ്ട് ഞാൻ തേച്ചോളാം. തേക്കണ കാണിക്കാം. അവിടെ ഒന്നും കിട്ടൂലേ? പിന്നെ അല്ലെങ്കിൽ ഇവിടെ നിൽക്കണോ ഞാൻ? വേണ്ട കിട്ടുന്നുണ്ട്, നന്നായിട്ട് കാണാം. ഇങ്ങോട്ട് ഇറങ്ങണ്ട, നനയണില്ലെന്നേ. അല്ലെങ്കിൽ ഇവിടെ നിന്നോ, പനി മാറണേ ഉള്ളൂ. പിന്നല്ല, മുടി ഒന്ന് കാണിക്കാം. മുടി അഴിച്ചു കിലിക്കുമെന്ന് കാണാം. എക്സ്റ്റൻഷൻ ഉണ്ടോ, സൈഡിലുണ്ടോന്ന് നോക്കാം. പിന്നെ വൃത്തികേടാ ഇങ്ങനെയൊക്കെ കാണിക്കണത്. പക്ഷെ ഇങ്ങനെ പലതും പറഞ്ഞോണ്ട് സൈഡിൽ ഇത് കാണുമ്പോ അറിയാവുന്നവർക്കറിയാം ഇതിനകത്ത് എക്സ്റ്റൻഷൻ ഒന്നും ഇല്ല എന്നുള്ളത്. ഇതിൽ കൂടുതൽ നമ്മളിപ്പോ എന്ത് കാണിക്കാന്? അല്ല, എനിക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ചിന്നിപ്പറിച്ച് കാണിക്കണതേ. എക്സ്റ്റൻഷൻ എവിടെ ഉണ്ടെങ്കിലും ഉണ്ടോന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. അതെ. വേറെ ഒരു കാര്യം പറഞ്ഞേക്കാം. അല്ല, എന്റെ മുടിയിൽ എക്സ്റ്റൻഷൻ ഇല്ല, പിന്നെ എന്തിനാ നമ്മളെ തർക്കിക്കണം? ആവശ്യമില്ല. പിന്നെ
ഒരു കാര്യം പറയാം, ഇത് നാളെ പൊഴിഞ്ഞു പോകില്ലെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല ഇല്ല ഇല്ല. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊഴിയണ്ടേ. ഇനിയിപ്പോ മുമ്പിലെല്ലാം പിടിപ്പിച്ചിട്ടുണ്ടെന്നതേ മുമ്പില് മുടി വളർന്നതാട്ടോ ഇപ്പൊ. അപ്പൊ ചോദിക്കും നീ എന്നെ ഈ കാണിക്കണേ, അപ്പൊ ഞെട്ടിപ്പോവും. ഇന്നാളും ഒരു ദിവസം മുടി ഇങ്ങനെ കാണിച്ചപ്പോ എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട കാര്യമില്ല, അവനവന്റെ ഇഷ്ടമല്ലേ ഇതൊക്കെ, അവനവൻ പിടിപ്പിച്ചിട്ടില്ലെന്ന് അവനവൻ അറിയാൻ മേലേന്ന് ഞാൻ പറഞ്ഞു. എന്നാലും ആൾക്കാർക്ക് അപ്പൊ അതിന്റെ ഇടയിൽ നെഗറ്റീവ് ഇത് വന്നിട്ടുണ്ടായിരുന്ന, അതുകൊണ്ട് മാത്രം ഇത്രയും സൈഡിൽ നിന്നല്ലേ പിടിപ്പിച്ചേക്കണേ. പിന്നെ ആരുടെയൊക്കെയോ പേര് ചേർത്തേച്ച് അവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് മുടി മീശയും കിളിർക്കം പോലെ എനിക്ക് വന്നേക്കണം. ഒരിക്കലും അല്ല കേട്ടോ. ഇനി നമുക്ക് പെരട്ടാം. നീ പെരട്ടുവാട്ടോ. നോക്കിയേ ചിരിക്കി. മെനകാടുണ്ടോ പുറകിൽ കിടക്കണം? ഏയ് ഒരു മെനകേടുമില്ല. നീ തേക്കണ കണ്ടോട്ടോ. ഇങ്ങനെയൊക്കെയാണോ തേക്കണേ? ഞാൻ എന്റെ രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും ഇത് നമുക്ക് ഈ മുടിയേലല്ല ഇത് വെക്കേണ്ടത്, ശരിക്കും ഉള്ളിലേക്ക് ഇറങ്ങണം. എന്നാലല്ലേ അതിൽ അവിടെ നിന്നല്ലേ കിളുത്ത് തുടങ്ങണ സംഭവം. ഇങ്ങനെ ഇത് ഈ പറഞ്ഞില്ല, ഇച്ചിരി മെനക്കേട് ആ സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ പിടിപ്പിച്ചൊരു 10-20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടില്ലേ, പുറത്ത് ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ടൊന്ന് ബക്കറ്റിൽ എടുത്തോണ്ടൊന്ന് ഇവിടെ കുനിഞ്ഞ് നിന്ന് ആദ്യം തല കഴുകും. പിന്നെ കുളിക്കാൻ നേരത്ത്, അത് കഴിഞ്ഞ് ഉടനെ തന്നെ കുളിക്കാൻ കയറും. കുളിക്കാൻ നേരത്ത് ബാത്റൂമിൽ ചെന്ന് നിന്ന് ഷാമ്പു നേരിയ രീതിയിൽ ഷാമ്പു ഇടും. അല്ലെങ്കിൽ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മണ. അമ്മ ഇടുന്ന ഷാമ്പു ഏതാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സൺസിൽക്ക് എഗ്, യെല്ലോ കളറിലുള്ള സൺസിൽക്ക്. നമ്മുടെ കോമൺ ടോയ്ലറ്റിലായിരിക്കണം. അത് വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. അത് ഞാൻ സൂപ്പർ മാർജിനിൽ നിന്ന് മേടിക്കുന്നതാണ്. കാണിച്ചു തരാം. അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അത് അമ്മയ്ക്ക് ചേരൂന്നുള്ളത്? അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇടാറുണ്ട്. ആണോ? സൺസിൽക്ക് അന്നുള്ളത് സൺസിൽക്ക്. അന്നത്തെ ഏറ്റവും വലിയൊരു ബ്രാൻഡാണത്. അതെ, അന്ന് സൺസിൽക്ക് ആണ്. അത് ഈ ഹോസ്റ്റലിലില്ലേ ഉള്ള ചേച്ചിമാര് പറയും സൺസിൽക്ക് എഗ്ഗാ നല്ലത്. ഓ, എനിക്ക് അതിനെ പറ്റി വലിയ ധാരണയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ലിസി ചേച്ചി ഉണ്ടായിരുന്നു കുറുപ്പമ്പടിയിലുള്ളത്. അതാ എന്നോട് പറഞ്ഞ, ലിനോ ഇങ്ങനെ സൺസിൽക്ക് എഗ്ഗ് മേടിക്കണോന്ന്. അതെനിക്ക് വന്ന എഗ്ഗിന്റെ നല്ലതല്ലേ, അതായിരിക്കും. പുള്ളിക്കാരിക്ക് നല്ല വിവരമായിരുന്നു, മാത്സുകാരിയായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്നു ചേച്ചി. അമ്മ ചെറുപ്പത്തിലെ മുടിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്തിരുന്നു? അമ്മ എണ്ണ കാച്ചണം. എണ്ണ കാച്ചി അത് എന്റെ വീഡിയോ, നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ എണ്ണ കാച്ചല്. അത് ഏലിമാമയെ കറ്റാർവാഴയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതിനെപ്പറ്റി. അത് എപ്പോഴും ഇത് കുളിക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യാവുള്ളൂ. ഡ്രസ്സിലൊക്കെ മുട്ടമണാവും. അതുകൊണ്ടാ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂലാത്തത്. മടി. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിലും മണാവും. ചെയ്തൊരു മെനക്കെട്ട പണിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരിക്കലും ആരും ഫോളോ ചെയ്യാൻ വേണ്ടി അല്ല കേട്ടോ. എനിക്ക് ഒരു ടിപ്സും ഇതിനെപ്പറ്റി അറിയാനും മേല. അതും പറഞ്ഞേക്കാലോ. ഞാൻ ചെയ്തു, പിന്നെ ഭക്ഷണങ്ങൾ കഴിച്ചു, പിന്നെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് പൊഴിച്ചിൽ നിന്നു. അത്രേ ഉള്ളൂ. മുടി കിളിർത്തു. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ജെട്ടി പറിച്ചു കാണാറില്ല. ഈ സമയത്ത് ഞാനിങ്ങനെ ഈ 5 മണിയൊക്കെ ആകുമ്പോഴല്ലേ ചെയ്യണം. അന്നേരം അപ്പ മിക്കവാറും പറമ്പിലായിരിക്കും. ഭാഗ്യം. ഇനി മതി. കാക്ക മണടിച്ചിട്ടാന്ന് തോന്നുന്നു. വന്നു. സാധാരണ ഇവിടെ മീൻമട്ടല്ലേ, കാക്ക ചിലപ്പോ വിചാരിക്കണ്ടാവും ഇത് എന്ത് ഭ്രാന്ത. ചിലപ്പോ ഇതിന്റെ മണ കാക്കക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉണ്ടോ അറിയില്ല. മുൻജന്മം കാക്കയല്ലായിരുന്നല്ലോ, ആണെങ്കിൽ പറയായി. അല്ല, കാക്ക അങ്ങനെയൊക്കെ ചിന്തിക്കും നമുക്ക് മനസ്സിലായേ. എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. ഓ, അതാ ഞാൻ ചോദിച്ച കാക്ക അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോന്ന്. കാക്കയ്ക്ക് നോക്ക ബാലൻസ് ഉള്ള ഇച്ചിരി ഇവിടെ കുത്തി വെച്ച് മുടിയുടെ അറ്റത്ത് ഇങ്ങനെയൊക്കെ കാണും. കണ്ടാ, കെട്ടി വെക്കണം. എത്ര നേരം ഇങ്ങനെ വെക്കണം? ഒരു 10-20 മിനിറ്റ് ഇരിക്കണം. ഇതൊക്കെ പിടിക്കണ്ടേ, ഊരിപ്പറിച്ച് കളഞ്ഞാൽ കൊള്ളൂല്ലോ. ഇതാണ് കണ്ടാ. എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചാടി പോരൂലേ ഇത്രയായിട്ട് ഇളക്കുമ്പോഴേ. അല്ല, വെപ്പുമുടിയേൽ ഇത് വെക്കാൻ പറ്റൂലല്ലോ. അത് തന്നെയാണ് മെയിൻ എക്സാമ്പിൾ അതിന്റെ. അല്ല, ഞാൻ എന്നാന്നറിയോ ഇത് വല്ലപ്പോഴും ഇത് കാണിക്കുന്നത്. അപ്പൊ ഇന്നാള് എനിക്ക് ഭയങ്കര
നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു മറയില്ലാതെ ഞാൻ പറയണത് എൻ്റെ നമ്മുടെ വീട്ടിൽ, എൻ്റെ വീടല്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ. അപ്പം ഇനി അതിലും സംശയാലുക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പം ആ സംശയങ്ങളൊന്ന് പൂർത്തീകരിച്ചേക്കാം. ഒരു ദിവസം കൊണ്ട് എനിക്കത് വാസ്തവത്തിൽ വായിച്ചപ്പോൾ ചിരി വന്നു. പക്ഷെ അതിന് അടിയിൽ വേറെ ആരും മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഒരു ദിവസം കൊണ്ട് ഓരോരുത്തർക്ക് ഫിലിം സ്റ്റാർസിന് മുടിയും താടിയൊക്കെ വരുന്നത് പോലെയാ എനിക്ക് കിളുത്തേക്കണേ. അതൊക്കെ വിട്ട് കളഞ്ഞേക്കും. അല്ല ആയിക്കോട്ടെ, അതിന് നമ്മുടെ വ്യൂവേഴ്സിന് മറുപടി ഇട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയേ ഇത് ഒരു ദിവസം ചെയ്യണേ അങ്ങ് കാണിക്കാം. അപ്പൊ പിന്നെ വെപ്പട്ടിട്ടുണ്ടെങ്കിൽ കാണാലോ, താടി പോരൂലോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇനി ഇവിടെ നിന്ന് തന്നെ കഴുകുമ്പോഴും കാണിക്കാം, സാധാരണ രീതിയിലുള്ള കഴുക്ക്. പിന്നെ ടോയ്ലറ്റിൽ കുളിക്കുമ്പോൾ ഷാമ്പു കാണിച്ചു തരാം ഏതാന്നുള്ളത്. ഷാമ്പു ഇട്ട് കഴുകി മണമൊക്കെ കളഞ്ഞു വരാട്ടോ, അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിൽക്കാൻ പറ്റൂല. മുട്ടയുടെ മണം, മുട്ട വെള്ളയിലും കൂടുതലും മുട്ട മഞ്ഞയ്ക്ക് നല്ല മണല്ലേ. ഇനി കയറി പോവാ. ഓക്കെ, നീ കഴുകാൻ നേരത്ത് വരാട്ടോ. ഇവിടെ ഒന്ന് കഴുകിക്കൊണ്ട് പോവാ. നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാന്നൊക്കെ ആരൊക്കെയോ ചോദിച്ചായിരുന്നത്. സാധാ ഷാമ്പു സൺസിൽക്ക് എഗ്ഗ്. പ്രൊമോഷൻ അല്ല, ഒരിക്കലും അല്ല. ഞാൻ യൂസ് ചെയ്യണത് 1-2 പേര് ആ മുടിയുടെ വീഡിയോയിൽ ചോദിച്ചായിരുന്നു, അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോരുത്തരുടെ താല്പര്യത്തിന് അവരവർക്ക് ഉപയോഗിക്കാം. ഞാൻ ചോദിച്ചത് കൊണ്ട് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനി മേടിക്കാറായതേ, അടിയിൽ ഇത്രയും ഭാഗമുള്ളതേ, ഇത്രയും ഭാഗമുള്ളൂ. സൺസിൽക്ക് പണ്ടത്തെ ഫേമസ് ആയത്, പണ്ടത്തെ. ഓക്കെ, നമുക്ക് തല കഴുകാം. ഞാൻ ഇച്ചിരി മാറി നിൽക്കുന്നതായിരിക്കും നന്നായിട്ട് മാറി നിൽക്കണം, കാലായിട്ടൊക്കെ തെറിക്കും. എൻ്റെ ഉടുപ്പും മുഷിങ്ങ അല്ല മാറാനുള്ളതാണെങ്കിൽ ഞാൻ അതും ഒന്ന് മാറ്റട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാനുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണത്. എടി നീ എവിടെ നിന്ന് പിടിക്കണേ? ഞാൻ ഇടുവാട്ടോ മൂടി ആദ്യം. അപ്പടി ഒട്ടിപ്പിടിച്ചിരിക്കുവോ പശ പോലെ. ഞാൻ അതെല്ലാം കഴുകി കളയണം. പശ പോലെ ഉണ്ടോ? അത് മുട്ടയുടെ ഇത് ഇരിക്കുമ്പോ പശ പോലെ വരും. പതയുകയും ചെയ്യുന്നത്. പതയുണ്ട്. ആ ശരിയാണല്ലോ. എഗ്ഗല്ലേ പിന്നെ പതയൂലേ. ഇനിയിപ്പോ ഷാമ്പു ഒന്നും അപ്പൊ ഇടണ്ടല്ലോ. മണം കളയുന്ന ഷാമ്പു ഇടും. മണമൊക്കെ ഇച്ചിരി ഇരുന്നോട്ടെ. അതല്ല, അങ്ങനെ എന്നെ സുഖിപ്പിക്കണ്ട കേട്ടോ. ഇരുന്ന ശരിക്കും താളി ഇട്ടാൻ നല്ലതാ. ഇനി അതിനും കൂടെ മെനക്കെടാൻ പറ്റൂല. ഞാൻ ഇത് ചെയ്ത് വെച്ച് എനിക്ക് താളി ഉണ്ടാക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞാൻ ഈ ഷാമ്പു ഇച്ചിരി സ്വല്പം ഇത് കഴിഞ്ഞാൽ തല ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഉടനെ ഞാൻ പിന്നെ ബാത്റൂമിലേക്കാണ് പോണേ ശരിക്കുള്ള കുളിക്കാൻ. അപ്പൊ പിന്നെ ഷാമ്പു ഇട്ട് തലയും കഴുകി വൃത്തിയാക്കും. എല്ലാം കഴിഞ്ഞ് പോരും, മേലും കുളിച്ച് കയറിപ്പോരും. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി മെനക്കേടാ. ഇടയ്ക്കൊക്കെ ചെയ്താൽ കാര്യം നല്ലതാ. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഒലച്ചാ കഴുകണേ. ഒലച്ച് കഴിയണം, അല്ലെങ്കിൽ മണം പോവില്ല. അതിലേക്കിരിക്കണം. നൂല് പോലെ കിടക്കണുണ്ടോ? ഇതുണ്ടോ? ഒരു കണ്ടീഷണർ ഇഫക്റ്റ് ഉണ്ടല്ലേ? ആ ഉണ്ട്. എഗ്ഗല്ലേ എത്രയായാലും നാച്ചുറൽ അല്ലേ. ഇനി മതി. തോർത്തുകൊണ്ടൊന്ന് തൽക്കാലം ഒന്ന് തോർത്തണം. കാരണം കുളിക്കുന്നവരെ നനങ്ങിയിരുന്നാൽ കൊള്ളൂല്ലോ. അതിനെ കുളിക്കാൻ കയറും. എന്നാലും കുളിക്കുമ്പോൾ ഞാൻ ആദ്യം മേലാ കുളിക്കണത്. അതെല്ലാരും അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇവിടെ അഴുക്ക് തോർത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തോട്ടോ നിറുക. ചുമ്മാ ഒന്ന് തൂത്താ മതി. കുളിക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇനി മര്യാദയ്ക്ക് കുളിച്ച് വെച്ച് വരാം. നീ ഇത്രയും തുറത്തിയാൽ മതി. അതിനും കുളിക്കാനുള്ളതുകൊണ്ട് മര്യാദയ്ക്ക് കുളിച്ച് വെച്ച് വരാം കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ട് മുടി കാണിക്കാം. ഞാനില്ലേ പണ്ട് മുകളിലേക്ക് ഇങ്ങനെ കെട്ടി പാരാണ്ട് പറഞ്ഞത് മോശമാണ്, അങ്ങനെ ചെയ്യണം ശരിയല്ല, എന്തൊക്കെയോ
ഇത് പ്രകാരം കൊള്ളൂല, ഇങ്ങനെ മുകളിലേക്ക് ചുരുട്ടി കെട്ടി വെക്കണം. അതുകൊണ്ട് ഞാനിപ്പോ പുറകിലേക്ക് വെച്ചത്. ഇനി പോവാ കുളിക്കാൻ. ഷാമ്പു കണ്ടില്ലേ നിങ്ങളൊക്കെ? ഇപ്പൊ ഷാമ്പു ഒക്കെ ഇട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വരാം. സുന്ദരി കുട്ടിയായി വരും. സുന്ദരിയൊന്നും അല്ല, ഓക്കെ, ഉള്ള സൗന്ദര്യം പോരേട്ടോ. അടിപൊളിയായല്ലോ. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ നനഞ്ഞിരിക്കുവാണ്, എന്നാലും ഒന്ന് വാടിയ പരിവാട്ടം. നല്ല സൂപ്പറായി. ഇതാണ് ഫൈനൽ ലുക്ക് ഓഫ് ദ ഡേ. പിന്നെ ഈ സൺസിൽക്ക് ഏത് ഷാമ്പു ഇട്ടാലും നല്ലതാട്ടോ. ഷാമ്പു എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താളി ഇടുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മണം പൊക്കോളും. പിന്നെ ചിലപ്പോ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ചെയ്തതിന്റെ ഗുണം കുറച്ച് കുറയുമായിരിക്കും, എങ്കിലും സ്മെല്ല് പോയി കിട്ടും. അപ്പൊ ഷാമ്പു നമ്മൾ ഇങ്ങനെ ഇവിടെ ഇട്ട് പതപ്പിക്കൂലല്ലോ. ഞാനെന്നാന്ന് പറയാം, ഇത് ഇട്ട് കഴിയുമ്പോ ഷാമ്പു മുടിയേൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൂത്തേച്ച് ഇങ്ങനെ പുറകിലേക്ക് അങ്ങ് കമത്തും. ഇത് ഇങ്ങനെ ഇട്ട് കാണിക്കുകയും ആദ്യം കാണിച്ചില്ലേ മുട്ടവെള്ളം ഇട്ട് അതുപോലെ അങ്ങ് കാണിക്കുള്ളൂ. അപ്പൊ തലയോട്ടിയിൽ ചില സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞോ? തലയോട്ടിയിൽ ചില ഇത് പിടിച്ചോ, അത് കഴിഞ്ഞ് പിടിച്ചല്ലോ. പിന്നെ നീളമൊന്നും ഇല്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ നീളമൊക്കെ പോയതിന്റെ കാരണങ്ങള്. അതെ, ഉള്ളു പോയപ്പോ അടി വെട്ടിയിട്ട് നീളം കുറച്ചാണ്. എൻ്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസിലൊക്കെ പഴയ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. ഈ മുടിയിൽ എണ്ണ കാച്ചിന ഒരു വീഡിയോ കണ്ടപ്പോ നമ്മുടെ പരിസരത്തുള്ള ഒരാൾ ഓർക്കണുണ്ടോ കമന്റ് ഇട്ടത്? കോലഞ്ചേരി പഠിച്ചുകൊണ്ടിരുന്ന ഒരു മീനു, ഓർക്കണുണ്ടോ? അതൊരു കമന്റ് ഇട്ടു, നല്ലൊരു കമന്റ് ആയിരുന്നു. പുള്ളിക്കാരി ഇട്ടു, വളരെ കറക്റ്റ് ആയിരുന്നു, നല്ല തിക്ക് ആൻഡ് ലോങ് ഹെയർ ആയിരുന്നു. പുള്ളിക്കാരി കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോ കോലഞ്ചേരി പഠിക്കുന്നതാന്ന് അടിയിൽ എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണെന്നുള്ളത്. ഞാൻ മറന്നുപോയി, വർഷങ്ങൾ ഒത്തിരി ആയില്ലേ. അപ്പൊ അതന്ന് നോട്ട് ചെയ്യണുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അതങ്ങനെ പറഞ്ഞു. പിന്നെ പ്രായമാകുമ്പോ അതൊക്കെ പോകും, അതിനെനിക്ക് പ്രശ്നം ഉണ്ടെങ്കിലും പോകേണ്ട സമയത്ത് പോകേണ്ട സംഗതികൾ പോയിരിക്കും. നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരുപാട് പേര് ഇതിന്റെ വ്യാഖ്യാനങ്ങൾ പല രീതിയിൽ പറഞ്ഞത് കൊണ്ട് ഇത് കാണിച്ചതാട്ടോ. ഓക്കെ, അപ്പൊ പ്രകൃതി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മണി 7:30. കുളി കഴിഞ്ഞ് മുടി ഇങ്ങനെ ഈ ഈറനായിട്ട് കാണിക്കുമ്പോൾ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ കുളി കഴിഞ്ഞ് മുടി പതുക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോ ഇനി കിടക്കാറാകുമ്പോഴത്തേക്ക് ഉള്ള അധികമൊന്നും ഇല്ലാത്തോണ്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. ഞാൻ എപ്പോഴും തല കഴുകുമ്പോ ഒരു 6 മണിക്ക് മുമ്പ് കഴുകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ 10:30 ആകുമ്പോഴത്തേക്കും കിടക്കുമ്പോഴത്തേക്കും നല്ല നീറ്റാവും. മുടി പിന്നിട്ടേച്ച് റബ്ബർ ബാൻഡ് അറ്റത്തിട്ടേച്ചാ ഞാൻ കിടക്കുന്നത്. അങ്ങനെയാണ് ചെയ്യാറ് സാധാരണ ദിവസങ്ങളിൽ കേട്ടോ. ഓക്കെ, ഇങ്ങനെ മുടി ലാസ്റ്റ് പിന്നുവാ. മണി എത്രയായിരുന്നു നിങ്ങൾ കണ്ടോ? 10:45 കിടക്കണം. കാരണം പള്ളിയിലെ പരിപാടി അതിനൊരു നിന്നില്ലെങ്കിൽ ഒന്ന് മൊത്തം ക്ഷീണമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മുടി ലാസ്റ്റ് എങ്ങനെ ഇടുന്നതിന് കാണിച്ചതാട്ടോ. കിടക്കാൻ നേരത്ത് ചെയ്യുന്ന പണി എന്റെ. ഞാൻ ഓർമ്മ വെച്ച നാള് തൊട്ട് അമ്മ ഇങ്ങനെ പിന്നിക്കൊണ്ടിരിക്കുന്നത് എന്നും എന്റെ ഓർമ്മയിലുണ്ട്. രാത്രിയിൽ കിടക്കണതിന് മുമ്പ് അറ്റം വരെ ഇങ്ങനെ പിന്നി റബ്ബർ ബാൻഡ് ഇട്ടല്ലാതെ അമ്മ കിടക്കൂല. അതെ 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 അതെ, മറ്റേ ടൈപ്പ്. അതെ അതെ അതെ, എന്തോരം ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞു വെക്കണേ. പണ്ട് സ്ഥിരം അമ്മ ഇങ്ങനെ പിന്നിക്കൊണ്ടല്ലേ നടക്കണേ പുറത്തൊക്കെ പോകുമ്പോ? പിന്നെ കോളേജ് കാലഘട്ടത്തിലെ ഫോട്ടോയിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തില് പിന്നലെ ആൾക്കാര് കുറവാ, വളരെ റയറാ, വളരെ കുറവാ. ആ ഒരു ട്രെൻഡ് പോയി. ഞാൻ മുടി ആ പടമൊന്നും ഇതിൽ കാണിക്കാം. ആ ആൽബത്തിൽ ഇപ്പൊ ഏത് മോശമായി പോയെന്നറിയില്ല. മുടി പിന്നിട്ട് ഞങ്ങളെ കോളേജിൽ നിന്ന് ടൂറ് പോയ സമയത്ത് മുമ്പിലേക്ക് ഇട്ടിട്ടുള്ള ഒരു പടമുണ്ട് സാരി കൊടുത്ത. ഞാൻ നോക്കാതെ ഡാമേജ് ആയില്ലെങ്കിൽ അത് നമുക്ക് ഇതിൽ കാണിക്കാം. അപ്പൊ ആൾക്കാർക്ക് മുടിയുടെ ലെങ്ത് അറിയാം. ഡാമേജ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ ആൽബത്തിൽ ഇരിപ്പുണ്ടായിരുന്നു. ഈ പിന്നെ കഴിഞ്ഞ ഇങ്ങനെ മുറുകി ഇരുന്നോളൂ. പിന്നെ എനിക്ക് ഒരിക്കലും അങ്ങനെ മുറുകി പിന്നാൻ അറിയില്ല. ഞാൻ കാണിച്ചു തരാം. അയ്യോ വേണ്ട, എനിക്ക് താല്പര്യമില്ല. എനക്ക് മുറുകിയിരിക്കുന്ന ഇഷ്ടമല്ലെന്ന് എപ്പോഴും പറയില്ലേ. ഞങ്ങൾ ഇതൊക്കെ ചെറുപ്പം പോലെ ശീലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് സാറ്റിസ്ഫൈഡ്. അപ്പൊ മുടി ചെട പിടിക്കാതെ ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് മുടിയുടെ പരിപാടി. ഇനി രാവിലെ എഴുന്നേക്കുക, കിച്ചണിൽ കയറുന്നതിന് മുമ്പ് മുടി അഴിച്ചയച്ച് ചുമ്മാ ചീപ്പ് കൊണ്ടൊന്ന് ചീകും. ചുമ്മാതെ ഓർഡിനറി ചീകും.
എന്നിട്ട് ആ മുടിയില്ലേ ഇങ്ങനെ അങ്ങ് വാങ്ങിയേച്ച് ഇങ്ങനെ അങ്ങ് വെച്ചേച്ച് ഇങ്ങനത്തെ ഒരു റബ്ബർ ബാൻഡ് അങ്ങ് ഇടും. ചിലപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടേച്ച് ഇങ്ങനെ മുടി കിടക്കുമായിരിക്കും, ചിലപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ടേച്ച് എനിക്ക് ആവിയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ കോലങ്ങ് മുക്കി വെക്കും. അപ്പൊ പിന്നെ അവിടെ അങ്ങനെ ഇരുന്നു മുടിയൊന്നും പൊഴിഞ്ഞു വീഴാതെ. പൊഴിഞ്ഞു വീഴുന്നത് വലിയ ശല്യ ഭക്ഷണ സാധനം വീഴുന്നത്. ഞാൻ എൻ്റെ രീതി പറഞ്ഞതാട്ടോ, അല്ലാണ്ട് ഓരോരുത്തർക്കും ഓരോ രീതികളും ചിട്ടകളും ഉണ്ടാവും. ചിലരിങ്ങനെ ഒതുക്കി കെട്ടിയായിരിക്കും കയറണത്. എനിക്കങ്ങനെ ഇറുക്കി കെട്ടി ഒരുപാട് വെക്കുന്ന ഇഷ്ടമല്ല. ഞാനിങ്ങനെ ഇങ്ങനെ കാണിച്ചേച്ച് ഇങ്ങനെ വെച്ചേച്ച് പിന്നേച്ചല്ല ഇങ്ങനെ വെച്ചേച്ച് ആ കോല് പോലത്തെ ചിലപ്പോൾ കുത്തും ചിലപ്പോൾ കുത്തിയില്ലെന്നും ഇരിക്കും. ഇങ്ങനെ റബ്ബർ ബാൻഡിട്ടപ്പം മുടി ഇങ്ങനെ വളഞ്ഞിങ്ങനെ കിടക്കും. എൻ്റെ പരിപാടി അങ്ങനെ. അപ്പം അത്രയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പം ഇതിൽ നിന്ന് എല്ലാവർക്കും എല്ലാം വ്യക്തമായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വ്യക്തമായവർ വ്യക്തമാക്കിയിട്ട് തന്നെ ഇരിക്കട്ടെ, ഇല്ലാത്തവർ അവരുടെ ലൈഫിൽ പോട്ടെ. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി. നല്ല നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓക്കെ, ഇന്ന് സെപ്റ്റംബർ 29 ഞായറാഴ്ച. വീഡിയോ വന്നത് വേറെ ദിവസമായിരിക്കും. ഒരിക്കൽ കൂടി പറയുവാണേ, ഇതിൽ കാണിച്ചിട്ടുള്ള ഹെയർ കെയർ മെത്തേഡോ ഷാംപൂവോ ഒന്നും നിങ്ങളോട് ഫോളോ ചെയ്യാനായിട്ടോ യൂസ് ചെയ്യാനായിട്ടോ ഒന്നും പറയുന്നതല്ല കേട്ടോ. അമ്മയുടെ മുടി കുറച്ച് വളർന്നത് കണ്ടപ്പോൾ പലരും അത് എക്സ്റ്റൻഷൻ ആണോ, എന്താ മുടിയിൽ ചെയ്തേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് അമ്മ ഹെയർ കെയർ മെത്തേഡ് ചെയ്തപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഓരോരുത്തരുടെ ഹെയർ ടൈപ്പും സ്കിൻ ടൈപ്പും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. എല്ലാവർക്കും എല്ലാം ഒരേപോലെ ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെയർ കൺസേൺസ് എന്താണോ അതൊരു പ്രൊഫഷണൽ അഡ്വൈസ് എടുത്തിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞങ്ങൾ പറയുള്ളൂ കേട്ടോ.